ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനുള്ള ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രാപ്പാണ്. നിങ്ങളും ട്രേഡ് ചെയ്തിട്ടുണ്ടോ ഈ കൊല്ലം? ക്രിപ്റ്റോ കറൻസിയുടെ ടാക്സേഷൻ സാധാരണ ഷെയർ ട്രേഡിംഗ് പോലെയല്ല വരുന്നത്. ഷെയർ ട്രേഡിങ്ങിൽ ഒരു കൊല്ലം മൊത്തം നമുക്ക് എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എന്നാണ് നോക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഷെയറിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടെങ്കിൽ അത് മറ്റ് ഷെയറുകളിലെ പ്രോഫിറ്റുമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടൽ പ്രോഫിറ്റിന് മാത്രമാണ് നിങ്ങൾക്ക് ഒരു കൊല്ലം ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. എന്നാൽ ക്രിപ്റ്റോ കറൻസി അങ്ങനെയല്ല. ഒരു എക്സാമ്പിളിലൂടെ പറയാം. സപ്പോസ് നിങ്ങൾക്ക് ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്തിട്ട് ഒരു 50,000 പ്രോഫിറ്റ് ഉണ്ടെന്ന് കരുതുക. അതുപോലെ തന്നെ എതീരിയം ട്രേഡ് ചെയ്തിട്ട് ഒരു 50,000 ലോസ് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ ഷെയർ ട്രേഡിങ്ങിൻ്റെ ലോജിക്ക് വെച്ചുകൊണ്ട് ക്രിപ്റ്റോ കറൻസിയുടെ ഇൻകം കണക്കാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 0 ആയിരിക്കും വരുന്നത്. 50,000 ലോസ്, 50,000 പ്രോഫിറ്റ്. നിങ്ങൾ സെറ്റ് ഓഫ് ചെയ്ത് നോക്കും. അപ്പോൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല, കാരണം പ്രോഫിറ്റ് ഒന്നുമില്ല. പക്ഷേ ക്രിപ്റ്റോ കറൻസിയുടെ ടാക്സേഷൻ ഇങ്ങനെയല്ല വരുന്നത്. ഇവിടെയാണ് അവിടെ ഒരു ട്രാപ്പ് ഒളിഞ്ഞിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രിപ്റ്റോയിൽ നിന്ന് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ക്രിപ്റ്റോസിൻ്റെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഇവിടെ ബിറ്റ് കോയിനിൽ നിന്ന് വന്നിട്ടുള്ള 50,000 പ്രോഫിറ്റിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. എതീരിയത്തിൽ നിന്നുള്ള ലോസ് നിങ്ങൾക്ക് എവിടെയും സെറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ക്യാരി ഫോർവേഡും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ട്രാപ്പ്. ഇനി നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കേണ്ടി വരും? ക്രിപ്റ്റോ കറൻസിക്ക് 30% ഫ്ലാറ്റ് റേറ്റ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. യാതൊരു വക ഡിഡക്ഷൻസോ എക്സംഷൻസോ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതല്ല. ഫ്ലാറ്റ് 30% ടാക്സ് പ്ലസ് സർചാർജ് പ്ലസ് എഡ്യൂക്കേഷൻ സെസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി നിങ്ങളായിട്ട് ഈ ട്രേഡിംഗ് ഇൻകം ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ ട്രാക്ക് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വേറെ മെത്തേഡ്സ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സെക്കൻഡ് പാർട്ട് കാണുക.